ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ ഇങ്ക് ആൻഡ് അഡോൺ. ഇന്ന് ഞാനിവിടെ പറയുന്നത് അറബിക് കാലിഗ്രഫി യൂസിങ് ഡബിൾ പെൻസിൽ മെത്തേഡ് ആണ്. അതിനുവേണ്ടി നമുക്ക് മെയിൻ വേണ്ടത് 2 പെൻസിൽ, 3 റബ്ബർ ബാൻഡ്, 2 മാർക്കർ. ഒന്ന് നേരിയ മാർക്കർ ബോർഡർ വരെയാനും ഒന്ന് സ്കെച്ച് ചെയ്യാനുള്ള പെൻസിലും. അത് ബോർഡർ വരെയാനുള്ളതും ഇത് സ്കെച്ച് ചെയ്യാനുള്ളതും. ഓക്കെ, ഇതൊരു ചീപ്പസ്റ്റ് മെത്തഡാണ്. പിന്നെ ഒരു പേപ്പർ നമുക്ക് എഴുതുവാൻ വേണ്ടി, കാലിഗ്രഫി ചെയ്യുവാൻ വേണ്ടി ഒരു പേപ്പറിനാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 പെൻസിൽ ഒരുമിച്ച് പിടിച്ച് ഒന്ന് താഴത്തെയും ഒന്ന് കുറച്ച് മുകളിലാക്കി വെച്ചും അത് ടൈ ചെയ്യുക. റബ്ബർ കൊണ്ട് ടൈ ചെയ്യുക. 3 റബ്ബർ എടുത്ത് ടൈ ചെയ്യുക. അങ്ങനെ ടൈ ചെയ്തതിന് ശേഷം പെൻസിൽ പിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. അതാണ് ഇതിന് ഡബിൾ പെൻസിൽ കാലിഗ്രഫിയിൽ നമ്മൾ കൂടുതൽ അറിയേണ്ട ഒരു ട്രിക്ക്. ഈ ട്രിക്ക് അറിഞ്ഞാൽ നമുക്ക് ഈസിയായി ഡബിൾ പെൻസിൽ ഉപയോഗിച്ച് ആദ്യം ഒന്ന് ടഫായി തോന്നാം, ബട്ട് പിന്നെ നമ്മൾ പ്രാക്ടീസ് ഒരു 1 വീക്ക് പ്രാക്ടീസ് ചെയ്താൽ ഏറ്റവും നല്ല ചിപ്പസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഡബിൾ പെൻസിൽ കാലിഗ്രഫിയാണ്, അറബിക് കാലിഗ്രഫിയാണ്. അതായത് നമ്മൾ അലിഫ് പോലുള്ള സംഭവങ്ങൾ, അതായത് 2 ലൈനായി വരേണ്ട കേസിൽ നമ്മൾ ചെരിച്ച് പെൻസിൽ പിടിക്കുക. ഇപ്പോൾ കാണുന്നത് അലിഫ്, അല്ലാതെ നേർങ്ങനെ, അതായത് ഒരു ലൈനായി മുകളിലോട്ടേക്ക് പോകുന്തോറും ഒരു ലൈനായി വരേണ്ട കേസിൽ നമ്മൾ പെൻസിൽ കുത്തനെ പിടിക്കുക. അപ്പൊ അള്ള എന്ന് പറയുന്ന ഒരു കാലിഗ്രഫിയാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതുപോലെ അള്ള എന്ന് അത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ ഞാൻ വരയുമ്പോൾ മുകളിലേക്ക് പോകും, കുത്തനെ പിടിച്ചതുകൊണ്ട് ഒന്നായി വന്നു, ഞാൻ ചെരിച്ച് പിടിച്ചു ആ പെൻസിൽ. അപ്പോൾ അത് 2 ലൈനായി കെട്ടി. അങ്ങനെ വേണം നമ്മൾ ചെയ്യുവാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് അള്ള എന്ന് എഴുതുന്ന ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാം. ഇത് ഫത്തഹ് എങ്ങനെ എഴുതുന്നു. ഫത്തഹ് എഴുതാൻ ചെരിച്ച് പിടിക്കുക, അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും. ഇതിപ്പോൾ അലിഫ് എന്ന് എഴുതുന്നത് നമുക്ക് നോക്കാം. അലിഫ് എഴുതുമ്പോൾ എപ്പോഴും ചെരിച്ച് പിടിക്കുക. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, പക്ഷെ ആദ്യം വന്ന റിസ്ക് ആയിരിക്കും. ഈ ഡബിൾ പെൻസിൽ കാലിഗ്രഫി ചെയ്യാൻ നമുക്ക് പറ്റില്ലെന്ന് തോന്നും, ബട്ട് ഒരു വീക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഡബിൾ പെൻസിൽ കാലിഗ്രഫി ആയിരിക്കും. അപ്പോൾ നമുക്ക് അള്ള എന്ന് എഴുതുന്ന വീഡിയോ എങ്ങനെയാണ് എഴുതുന്നതെന്ന് കാണാം. പെൻസിൽ ചെരിച്ച് പിടിച്ച് അള്ള എന്ന് എഴുതുക, അലിഫ് എഴുതുക. അവിടെ ചെറിയൊരു ചെരിപ്പ് വന്നത് കൊണ്ടാണ് അവിടെ ചെരിവ് വന്നത്, സോറി. ഇപ്പോഴത്തെ പെൻസിൽ ചെരിച്ച് പിടിക്കുക, കാരണം നമുക്ക് അലിഫ് പോലുള്ള സെക്ഷനിൽ നമ്മൾ ചെരിച്ച് തന്നെ പെൻസിൽ പിടിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് 2 ലൈനായി കിട്ടുകയുള്ളൂ. അതാണ് ഇതിൽ നമ്മൾ കൂടുതലായും അറിയേണ്ട ഒരു കാര്യം. അത് നമ്മുടെ ഇങ്ങനത്തെ സെക്ഷനിൽ വെച്ചാൽ നമ്മൾ കുത്തനെ പെൻസിൽ കൊണ്ടുവരണം. കാരണം എന്ന് വെച്ചാൽ അള്ള എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ നമുക്ക് 1 ലൈനായാണ് കിട്ടേണ്ടത്. ആ ഒരു സെക്ഷനിലെത്തുമ്പോൾ ചെരിച്ച് പിടിക്കുക. അപ്പോൾ നമുക്ക് കുത്തനെ പിടിക്കുക. അപ്പോൾ നമുക്ക് മുകളിലോട്ടേക്ക് പോകുമ്പോൾ ആ ഒരൊറ്റ ലൈനായി കിട്ടും. ഓക്കെ,
വേണ്ടാത്ത പോർഷൻസുകളൊക്കെ എറേസ് ചെയ്ത് അതൊന്ന് ശരിയായ ഡേറ്റിലാക്കുക. നമുക്ക് ചില കേസുകളിൽ നമുക്ക് എൻഡിങ്ങിലൊക്കെ ചിലയിടങ്ങളിൽ നമുക്ക് ഡബിൾ പെൻസിൽ വേണ്ട, അതായത് ഒരു പെൻസിൽ കൊണ്ട് നമുക്ക് അതിനെ ഷേപ്പ് ചെയ്യാം. വലിപ്പിൻ്റെ ആ താഴ്ന്ന ഭാഗം നമുക്ക് ഒരു പെൻസിൽ കൊണ്ടാണ് അത് ഷേപ്പ് ചെയ്യുന്നത്. ഇതിന് ബോർഡർ വരുന്നതിന് ശേഷം സ്കെച്ച് ചെയ്യുക. അങ്ങനെയാണ് ഞാൻ അമ്മായിനെ എടുക്കുന്നത്. ഷർട്ട് നമുക്ക് നേരിയ മാർക്കർ കൊണ്ട് സ്കെച്ച് ചെയ്യാം. അപ്പം പഠിച്ച പിന്നാകുമ്പോൾ അത് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്, അത് പുറത്തൊക്കെ ആകും. അതുകൊണ്ട് നേരിയ മാർക്കർ ഉപയോഗിച്ചുകൊണ്ട് അത് സ്കെച്ച് ചെയ്യാം. Okay, thanks for watching.